കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗുരുവായൂർ നട. പലർക്കും അറിയാവുന്ന കാര്യമാണിത്. എന്നാലും അറിയാത്തവർക്കായി ഈ ചരിത്രം പങ്കുവയ്ക്കുന്നു. അമ്പലപ്പുഴയിൽ ഗുരുവായൂർ നട വന്നതിൻ്റെ ചരിത്രം ഇതാണ്. പണ്ട് ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെടുമോ എന്ന് ഭയന്ന് അവിടെയുള്ളവർ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിവേലി ബിംബത്തിലേക്ക് ചൈതന്യം ആവാഹിച്ച് അത് സുരക്ഷിതമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചു. ചെമ്പകശ്ശേരി രാജാവ് അവിടെ പുതിയ നട പണിത് പൂജകൾ നടത്തി. കാലം കുറേ കഴിഞ്ഞ് ടിപ്പുവിൻ്റെ പടയോട്ടം കഴിഞ്ഞ് ഇത് തിരിച്ച് ഗുരുവായൂർക്ക് കൊണ്ടുപോയി. എങ്കിലും ഇപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ചിത്രം വച്ച് അവിടെ വിളക്ക് കൊളുത്തി വരുന്നു. ഇതിലെ രസകരമായ ഒരു സംഭവം എന്തെന്നാൽ അമ്പലപ്പുഴയിലെ പാൽപ്പായസം ഗുരുവായൂരപ്പന് നന്നേ ഇഷ്ടമായി. ഒരിക്കൽ ഗുരുവായൂർ ഉച്ചപൂജ വേളയിൽ മേൽശാന്തി നിവേദ്യം നൽകാൻ നോക്കിയപ്പോൾ വിഗ്രഹത്തിൽ ചൈതന്യം അനുഭവപ്പെട്ടില്ല. അദ്ദേഹം ധ്യാനിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെ പാൽപ്പായസത്തിൻ്റെ പങ്ക് പറ്റാൻ പോയതായി മനസ്സിലായി. പിറ്റേന്ന് മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ സ്വാദിഷ്ടമായ പാൽപ്പായസം വെച്ച് നിവേദിച്ചു. നിവേദ്യത്തിൻ്റേത് പഴമക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു ഐതിഹ്യമാണ്. എന്നാൽ അതിനു മുകളിൽ പറഞ്ഞത് ചരിത്രമാണ്. അത് മുഖേന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്നു. ദ്വാരകയിൽ ആരാധിച്ച വിഗ്രഹമായതിനാൽ ഗുരുവായൂർ ക്ഷേത്രം ദക്ഷിണ ദ്വാരക എന്നും അറിയപ്പെടുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം.